ഒരു പടിഞ്ഞാറൻ നഗരങ്ങളൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് രൂപപ്പെടുത്തി. അപ്പം അന്നേ വയനാട്ടിൽ നിന്ന് വലിയ സ്വപ്നങ്ങളായിരുന്നു നിഷിൻ മനസ്സിൽ കണ്ടിരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ റിസോർട്ടിൻ്റെ പേര് തന്നെ ലോർഡ്സ് 83 എന്നാണ്. അത് നമ്മൾ വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ്. ഈ ലോകത്ത് തന്നെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപിൽ ദേവാണ്. വൺ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത്തവണ നമുക്കൊപ്പമുള്ളത് നിഷിൻ തസ്ലീം. റിസോർട്ട് രംഗത്ത് അതോടൊപ്പം തന്നെ ജ്വല്ലറി രംഗത്തൊക്കെ തിളങ്ങുന്നൊരു മലയാളി വ്യവസായിയാണ് നിഷിൻ സ്വാഗതം. താങ്ക് യു. നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ്. ഏതാണ്ട് കോവിഡാനന്തര മാർക്കറ്റൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് നിഷിൻ ദുബൈയിൽ അവതരിക്കുന്നത്. അതെ, എക്സാക്ട്ലി ഇപ്പം 2 ഇയേഴ്സ് ആവുന്നത്. ലാസ്റ്റ് ഒക്ടോബറിലാണ് നമ്മൾ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് മോറിക്കാപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, നമ്മുടെ കുന്നമംഗലത്തുകൂടിയാണ് വയനാട്ടിലേക്കുള്ള യാത്രകൾ. അപ്പോൾ വയനാട് ഇന്നും അത്രയൊന്നും മുന്നോട്ട് പോയിട്ടില്ല. കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് വയനാട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കണം. പക്ഷെ അവിടെ ഏറ്റവും വലിയ ഒരു പടിഞ്ഞാറൻ നഗരങ്ങളൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് രൂപപ്പെടുത്തി. അത് കാണുമ്പോൾ ഞാനവിടെ 1-2 തവണ പോയിട്ടുണ്ട്. പക്ഷേ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്നു. അപ്പോൾ അന്നേ വയനാട്ടിൽ നിന്ന് വലിയ സ്വപ്നങ്ങളായിരുന്നു നിഷിൻ മനസ്സിൽ കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വയനാട് തന്നെയാണ്. ജനിച്ചത് കൂർഗിലാണ്. അതും ഇതുപോലെ തന്നെ ഒരു മലയോര പ്രദേശമാണ്. അതേപോലെ തന്നെ വയനാട് ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ ബേസിക്കലി നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷനാണ്. അപ്പം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പല ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഒരു ലേബർ കോഫി പ്ലാന്റേഷൻ ആണെങ്കിലും ടീ പ്ലാന്റേഷൻ ആണെങ്കിലും എന്നും സമരവും എന്നും ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ കോഫീൻ്റെ പ്രൈസിങ്ങും ടീൻ്റെ പ്രൈസിങ്ങൊക്കെ അതിൻ്റെ ഓണേഴ്സിനും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ കൂടെ അതിനുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വെരി ലെസ്സാണ്. അപ്പം അന്ന് മുതലേ ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതെങ്ങനെ കൂർഗിലേക്ക് വയനാട്ടിൽ നിന്ന്? ശരിക്കും ഞങ്ങൾ തലശ്ശേരിക്കാരാണ്. എൻ്റെ മദർ സൈഡ് തലശ്ശേരിയാണ്. അവരിതേപോലെ തന്നെ ബിസിനസ് ആവശ്യവും അതേപോലെ തന്നെ കൃഷി ആവശ്യമായിട്ടാണ് നമ്മൾ കൂർഗിൽ സിദ്ധാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സെറ്റിൽ ചെയ്തത്. ഫാദർ വന്നിട്ട് കോഴിക്കോടാണ്. കോഴിക്കോട് ആണ് അവരുള്ളത്. അവർ ഷിഫ്റ്റ് ചെയ്തത് വയനാട്ടിലേക്കാണ്. വെരി ലോങ് ബാക്ക്. അങ്ങനെ പിന്നെ വയനാട്ടിൽ ഈ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു ജ്വല്ലറി രംഗത്താണ് നിഷിൻ ആദ്യം തന്നെ തുടക്കം കുറിച്ചത്. അപ്പോൾ പഠനം എങ്ങനെയായിരുന്നു? ആ പഠനം കഴിഞ്ഞിട്ട് ജ്വല്ലറിയോടുള്ള ഒരു താല്പര്യം എങ്ങനെ ഉണ്ടായി? ഞാൻ പഠിച്ചത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, റീറ്റെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷനാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതിൽ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു പ്രൊഫഷണലിസമാണ് നമുക്ക് കിട്ടിയത്. ആ കിട്ടിയ അറിവ് നോളജും വെച്ചിട്ടാണ് നമ്മളെ നാടിന് വേണ്ടി അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആ കമ്പനിയിൽ തന്നെ കിട്ടിയത് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ആശയവും മനസ്സിൽ ചെറുപ്പം മുതലേ വളർത്തി വന്നൊരു ആഗ്രഹമാണ് നമ്മളെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. സ്വിറ്റ്സർലാൻഡ് യാത്രയാണ് മാറ്റിമറിച്ചത്. തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡിലേക്കുള്ളൊരു യാത്രയാണ്. ഭൂപ്രകൃതി നോക്കുമ്പം സ്വിറ്റ്സർലാൻഡും വയനാടും വളരെ ദൂരത്ത് നോക്കുമ്പം എന്താണ് ഒരുപോലെ പ്രകൃതിയാണ്, പച്ചപ്പ് നിറഞ്ഞ കൺട്രിയാണ് രണ്ടും. അപ്പോൾ ഒരു മനോഹരമായ ഒരു ആർക്കിടെക്ചർ കൂടി കൊണ്ടുവന്നാൽ എൻ്റെ നാടും വളരെ ഭംഗിയായിട്ട് കാണും. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് അവസരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ബിസിനസ് പർപ്പസിന് അതൊരു കൊമേഴ്ഷ്യൽ ലാൻഡാക്കി മാറ്റി അതിന് സ്പെഷ്യൽ പെർമിഷൻ, ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പെർമിഷനിലൂടെ ലാൻഡ് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടൂറിസം മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ആ ലോക്കൽ പേര് മോറിക്കാപ്പ്, ആ പേര് പിന്നെ ബ്രാൻഡായിട്ടും കൂടി മാറ്റിയെടുക്കുക. അത് തീർച്ചയായിട്ടും ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മോറിക്കാപ്പ് എന്നുള്ളൊരു ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു കാര്യം കൂടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറിക്കാപ്പ് എന്ന് പറഞ്ഞാൽ മേരി കാഫ്റ്റ് എന്നുള്ളൊരു ജർമ്മൻ ലേഡി അവിടെ കോഫി പ്ലാന്റേഷൻ, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ കോഫി പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ബോർഡറാണ്.
ടുവേർഡ്സ് ഊട്ടി സൈഡിലേക്ക് അത് ടീ പ്ലാന്റേഷനാണ്. ടുവേർഡ്സ് കൂർഗ്, ശക്ലേഷ്പൂർ ഈ ഭാഗത്തേക്ക് കോഫി പ്ലാന്റേഷനാണ്. അപ്പോൾ ആ ഒരു കോഫി പ്ലാന്റേഷന് തുടക്കം കുറിക്കുന്നത് ശരിക്കും വയനാടാണ്. മുമ്പ് കാലങ്ങളിൽ ഗോൾഡിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള പൊഴുതന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ കാലത്ത് ഒരുപാട് കമ്പനീസ് മൈനിങ്ങിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് അത് സാധിച്ചത് കൊണ്ട് അത് പിന്മാറുകയാണ് ഉണ്ടായത്. അവിടെ ഒരുപാട് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഒരുപാട് കമ്പനി ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വയനാട്ടിൽ എത്തിപ്പെടുന്നത്. പിന്നീട് അതൊരു കോഫി പ്ലാന്റേഷന് പറ്റി അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ, അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമി ആയതുകൊണ്ട് കോഫി പ്ലാന്റേഷൻ അവർ സ്റ്റാർട്ട് ചെയ്ത്. മേരി ക്രാഫ്റ്റ് എന്നുള്ള ലേഡി ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മളെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരൊരു അവരെ ബംഗ്ലാവ്സും കാര്യങ്ങളുള്ള അവശിഷ്ടങ്ങളൊക്കെ അവിടെ ബാക്കിയായിട്ടുണ്ട്. അത് പിന്നെ ഈ മൊറിക്കാപ്പ് വരുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വയനാട്ടിലിരുന്നിട്ട് ഇതൊരു വലിയ സ്വപ്നമാണ്. ഇത്ര വലിയൊരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിലേക്ക് ആൾക്കാർ വരുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ട് ഒരാളുടെ ഉള്ളിലുണ്ടാവും. അതൊക്കെയും മറികടക്കും, അത് വിജയിക്കുന്നൊക്കെ ഒരു പ്രതീക്ഷയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത് പഠിച്ചത് ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരുള്ള ഒരു മാർക്കറ്റാണ്. ഇന്നിപ്പം ഈവൻ ഓണറബിൾ മിനിസ്റ്റർ റിയാസിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ആ കോൺവെർസേഷനിൽ പറയുന്നത് വയനാടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. ബാംഗ്ലൂരിലുള്ള ആളുകളെ കുറിച്ച് പഠിക്കാൻ പറ്റി. അതൊരു വലിയൊരു മാർക്കറ്റാണ്. അവരുടെ വീക്കെൻഡ്സ് എങ്ങനെ അവർ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ട്. അപ്പോൾ ഞാനും ആ നാട്ടിലായതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിൽ ഞാനും അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കർണാടക രജിസ്ട്രേഷൻ വണ്ടികൾ വരുന്നുണ്ട്. അവർക്കും ഒരു നീഡ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയാണ്. അവിടെ മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ട്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മോറിക്കാപ്പ് എന്നുള്ള ആശയത്തിലേക്ക് നമ്മളെത്തി. ഒരു 5 സ്റ്റാർ. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു വില്ലേജിൽ നിന്ന് ഈ ഒരു സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപറ്റുള്ള ആളുകൾ നമ്മളെന്താണ് ഒരുപാട് ഡീമോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ നടക്കുമോ, റിസോർട്ട് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഫീസിബിൾ ആണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതെ അതെ, അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തി. മുമ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ പറ്റി. ആ ഫീസിബിലിറ്റി സ്റ്റഡിയിലൂടെ അവിടെ നമ്മളൊരു മാർക്കറ്റിലൊരു ഗ്യാപ്പ് കണ്ടുവച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ഫാമിലി കസ്റ്റമേഴ്സിന് എന്താണ് ഫാമിലി ഗസ്റ്റിന് അല്ലെങ്കിൽ ട്രാവലേഴ്സിന് പറ്റിയൊരു നല്ലൊരു റിസോർട്ട് ഇല്ല എന്നുള്ളൊരു ഗ്യാപ്പാണ് നമ്മൾ കണ്ടെത്തി. അതിനനുസൃതമായിട്ടുള്ള ഒരു റിസോർട്ട്, 5 സ്റ്റാർ റിസോർട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മളെ പ്ലാനിങ് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഗസ്റ്റുകൾ വരികയും ചെയ്തു. നന്നായിട്ട് മാർക്കറ്റിങ്ങും ചെയ്തു. ആ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് എന്താണ് വയനാടിനെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ്. എനിക്ക് തോന്നുന്നു പിന്നീട് ഒരുപാട് റിസോർട്ടുകൾക്ക് ഒരു വരവിനും കൂടി അത് തുടക്കം കുറിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സാധാരണ നിലയിൽ നിന്ന് വളർന്ന ഒരു ഈ ഒരു സംരംഭം വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വയനാട്ടിലുള്ള ആളുകൾ, ഒരുപാട് റിസോർട്ടുകൾ വന്നു. അതിനുശേഷമാണ് താജ് വന്നു, GRT ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് വന്നു, പിന്നെ മൗണ്ടെയിൻ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല പ്രോപ്പർട്ടീസുകളൊക്കെ അവിടെ വന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നു. നമ്മളും എവറി ഇയർ ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് നമ്മൾ ലോഡ്സ് 83 കൂടി കൊണ്ടുവന്നത്. അതെ, നമ്മളൊരു ശരിയായിട്ട് ഞാനൊരു ഈ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലോങ് വിഷൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം സംഭവിച്ചാണ്. ഞങ്ങൾ ഒരു ഇൻവെസ്റ്റേഴ്സ് മോഡലിലാണ് നമ്മളത് തുടങ്ങിയത്, ഫ്രാക്ഷണൽ ഓണർഷിപ്പ് മോഡൽ. അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് മോഡൽ LLP മോഡലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വയനാട്ടിൽ തന്നെ. ഈ റിസോർട്ട് മേഖലയിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാമെന്നുള്ളതും അതിനെങ്ങനെ ഫീസിബിലിറ്റി ആക്കുക, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഫീസിബിലിറ്റി ആക്കുക എന്നുള്ളതും നമ്മളത് കൊണ്ടുവന്നൊരാശയമായിരുന്നു. പക്ഷേ റിസ്ക് ഇല്ലേ ഇതിലൊക്കെ? റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മളെന്താണ് ഒരുപാട് അതിന് മുന്നേ ഉള്ള പഠനങ്ങളാണ് നടക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് മാർക്കറ്റിലെ ഫ്ലോ, മാർക്കറ്റിലുണ്ടാകുന്ന കസ്റ്റമർ എങ്ങനെയാണ്, അവർ എത്രത്തോളം ഷെയർ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഫീസിബിലിറ്റി സ്റ്റഡീൻ്റെ ഭാഗമായിട്ട്. അതൊരു തേർഡ് പാർട്ടിയാണ്. നമ്മളൊരു സ്വപ്നം മാത്രം, ആ സ്വപ്നം എങ്ങനെ ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പ്ലാനാണ്. ആ പ്ലാനിൽ ഫീസിബിലിറ്റി ഉണ്ടോ? നമ്മൾ വെറുതെ ഒരു റിസോർട്ട്, നമ്മളൊരു സ്വപ്നത്തിൻ്റെ മുകളിലൊരു സ്വിറ്റ്സർലാൻഡ് കൊണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് ഒരു റിസോർട്ട് നിർമ്മിക്കുക മാത്രമല്ല, അത് എങ്ങനെ ഫിനാൻഷ്യൽ വയബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫെയർ അപ്രീസിയേഷൻ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം, അതിന് റിട്ടേൺസ് ഉണ്ടാവണം എന്നുള്ളതാണ്.
അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇതിലാണെങ്കിലും ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ വരുന്ന ഒരു കൺസെപ്റ്റും കൂടിയാണ്. അതെ 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 എല്ലാ മേഖലയും ഞാൻ ഒരുപാട് ക്രിക്കറ്റ് എന്നോട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റിൽ ഞാൻ എന്താണ് ഒരുപാട് വർഷം ഞാൻ യൂണിവേഴ്സിറ്റി ഗെയിമിലൊക്കെ ക്യാപ്റ്റനായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഏതാൾ റൈറ്റ് മെറ്റീരിയലും റൈറ്റ് മെന്നും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ബേസിക്കലി ആ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടുള്ളൊരു നോളജ്. അതും ക്രിക്കറ്റ് എന്ന് പറയുന്നത് മറ്റ് ഗെയിമിലുപരി അറൗണ്ട് 50 ഓവേഴ്സ് അല്ലെങ്കിൽ ഒരു നീണ്ട ടെസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ വൈകിട്ടാണ് നമ്മൾ അറിയുള്ളൂ. അത് ചിലപ്പം ഫെയിലാവാം, സക്സസ് ആവാം. എന്നാലും നമ്മൾ എന്താണ് അടുത്ത മാച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്നുള്ളതൊരു ഭ്രമം തന്നെ ആയിരുന്നു. അതെ അതെ ഞാൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ബിസിനസ് തന്നെ ഒരു ക്രിക്കറ്റായി മാറിയതാണ്. പക്ഷെ അതിലൊക്കെ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടാവില്ലേ ഈ കളിയിൽ? പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അവസാനം വരെയും ഒരു പിന്നെ ഇത് വിജയത്തിലേക്കാണോ അതോ തകർന്നടിയോ എന്നുള്ള അങ്ങനെയുള്ള കുറേ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നോട്ട് നിരോധം വരുന്നു ഒരു ഭാഗത്ത്, പിന്നെ നിപ്പ വരുന്നു, പ്രളയം വരുന്നു, കോവിഡ് വരുന്നു. തിരിച്ചടികളുടെ ഒരു വരവ് തന്നെയാണ്. ആ വരവിനെ എങ്ങനെ മറികടന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് ആവശ്യമുള്ളത്. തൻ്റെ കഴിവിനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. ഒരു ബാറ്റ്സ്മാൻ ഇപ്പോൾ കോഹ്ലി ഇപ്പോൾ വെരി റീസെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് 2 മാച്ച് ഔട്ടായത്, 3rd മാച്ച് 50 അടിച്ചത്. അപ്പോൾ ഒരു കളി കൊണ്ടോ 1-2 കളി കൊണ്ടോ നമുക്കത് അറിയാൻ പറ്റില്ല. തുടർച്ചയായിട്ടുള്ള കളികളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ നോട്ടിന് നിരോധനം വന്നു. ഫസ്റ്റ് ടൈം ഫ്ലഡ് വന്നത് വയനാട്ടിൽ ഞാൻ 2017-19 ഫസ്റ്റ് ഞാൻ എൻ്റെ റിസോർട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്താണ്. അപ്പോൾ അതിനെന്താണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്? ഒരുപാട് റീറ്റെയിനിങ് വാൾ നമ്മൾ ചെയ്തു. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അത് തരണം ചെയ്യുന്നുള്ളത് ഇറ്റ്സ് ഒരു ലേണിംഗ് ആണ്. അങ്ങനെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ് അത് നമ്മളൊരു കോൺഫിഡൻസ് കൂട്ടുകയാണ്. ഓരോ കാലഘട്ടത്തിലും അതിനാവശ്യപ്പെട്ട കൺസൾട്ടൻറ്റിനെ ബന്ധപ്പെട്ട് എങ്ങനെ അത് നമ്മളെങ്ങനെ തരണം ചെയ്യുക എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇപ്പോൾ ജ്വല്ലറി തന്നെയാണെങ്കിലും ഞങ്ങളിപ്പോൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ടിനി ഫിലിപ്പാണ്. ഒരു ലീഡിങ് കൺസൾട്ടൻ്റാണ്. അദ്ദേഹം IIM ആണ്. ഒരു ലോങ് ടേം വലിയ കമ്പനികളൊക്കെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിക്കറ്റ് പോലെ തന്നെ നമ്മളൊരു ക്യാപ്റ്റൻ ആണെങ്കിലും കോച്ചിങ് ആവശ്യമാണ്. അപ്പോൾ ആ കോച്ചിങ്ങിലൂടെ ഒരുപാട് മേഖല, ലീഗൽ മേഖല ആണെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിലും ആർക്കിടെക്ചറൽ മേഖലയാണ്, ഓരോ മേഖലയും ഞങ്ങൾ എക്സ്പെർട്ടൈസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ റിസോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കാൻ അറിയില്ല. എൻ്റെ വൈഫ് എന്നും കംപ്ലയിൻറ്റ് പറയുന്നതാണ്. പക്ഷേ ഞാൻ നല്ല കോഫി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള കോൺഫിഡൻസ്, അതിലെ ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷം മുമ്പ് നിഷിനോട് വരുമ്പോൾ കണ്ടു. പക്ഷേ വലിയ സ്വപ്നങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത് നടക്കുമോ എന്നുള്ളൊരു ആശങ്ക ഒരു മാധ്യമപ്രവർത്തകർക്ക് പൊതുവേ ഞങ്ങൾ സിനിക്കലായിരിക്കും. കാരണം എന്തിനൊരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പ്രവണത ഉണ്ടാവും. ഇത്രയും വലിയ ജ്വല്ലറി പദ്ധതികൾ ഇത്രയും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആകർഷിച്ചുകൊണ്ട്, പക്ഷേ നമ്മളെ കൺമുൻപിലാണ് 2 കൊല്ലം കടന്നു പോയിരിക്കുന്നത്. ഇപ്പം 3 ജ്വല്ലറികൾ നിഷ്കയുടെ പേരിൽ ഇപ്പം UAE വന്നു. അടുത്ത ജ്വല്ലറി ഹംദാൻ സ്ട്രീറ്റിൽ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നു. കൂടുതൽ ജ്വല്ലറികൾ വരാൻ പോകുന്നു. അപ്പോൾ പിന്നെ പലപ്പോഴും ഈ സന്നിഗ്ധാവസ്ഥ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് മറികടക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പോഴും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കിട്ടിയത്. ഞാൻ വർക്ക് ചെയ്തിരിക്കുമ്പം ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അവരോടുള്ള സാന്നിധ്യം എന്നെ നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ആ ഒരു ജ്വല്ലറിയിലേക്ക് ജോയിൻ ചെയ്യുമ്പം ആകെ 8 സ്റ്റോഴ്സാണുള്ളത്. ഇന്ന് ഏകദേശം അത് 2005 ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്ന് 2026 ആകുമ്പോൾ മോർ ദാൻ 400 ക്ലോസ് ടു 500 സ്റ്റോഴ്സായി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടെ ഉള്ളത്, കാരണം ഞാൻ ആരുടെ കൂടെയാണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ സുഹൃത്താരാണ്, എൻ്റെ കൂടെയുള്ള ആളുകളാണ്, അവരെന്നെ എന്തായാലും മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ എന്നും സെലക്ട് ചെയ്യുന്നത് എൻ്റെ ടീം മെമ്പറാണെങ്കിലും അതേപോലെ തന്നെ ഞാൻ എൻ്റെ സർക്കിളാണെങ്കിലും അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂടെ കൂടുക, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങളിപ്പോൾ 8ാമത്തെ സ്റ്റോർ ഫൈനൽ ചെയ്യുമ്പോഴും ഞങ്ങളുടെ സ്വപ്നം 100ലേക്കുള്ളതാണ്. അത് എത്തിപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഓരോ കാരണങ്ങളാണ്. അതൊരു കണ്ടിന്യൂസ് ജേണിയാണ്. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു, അതിനെക്കുറിച്ച് നോളജ് അക്യൂർ ചെയ്ത് കഴിഞ്ഞു, അതിൽ നിന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. ശേഷം ഞാൻ ഒരു റിസോർട്ട് തുടങ്ങി. പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നീടൊരു
റിസോർട്ട് തുടങ്ങി. അങ്ങനെ അത് മോൾഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക അതിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് തന്നെ നയിക്കുന്നത്. പക്ഷേ ഈ 600ഓളം പിന്നെ അതിൽ കൂടുതൽ വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരോട് തുടക്കത്തിൽ നിങ്ങൾക്കും ഒരു ജ്വല്ലറി ഉടമയാകാം എന്നുള്ളൊരു മുദ്രാവാക്യം നിഷിൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇത്രയും ഒരു കോൺഫിഡൻസ് അവരിലേക്ക് വരുത്താനുള്ള ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ തന്നെ ആയിരിക്കും. അതെ, അതിൻ്റെ ഒരു സക്സസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. കൂടുതൽ സംസാരത്തിലുപരി എന്താണ് കാര്യങ്ങൾ എന്താണ് പ്രാവർത്തികമായിട്ട് അവർ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് റിട്ടേൺ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് അവർക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മൂറിക്കാപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു വിഷൻ പ്ലാനായിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളെ നാടിലും അതിൽ ഒരുപാട് ഗുണങ്ങൾ. ഇന്ന് ഏകദേശം 400 ആളുകൾ അവിടെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ്ലി 1000 ആളുകൾ, 1000ൻ്റെ മേലെ ആളുകൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ആ കാര്യമാണ്. ആ ഒരു സംരംഭം തുടങ്ങിയതിലുപരി ഞങ്ങളെ നാടിന് ആദ്യം നമ്മൾ തുടങ്ങിയ വയനാട് എന്നുള്ള പിന്നോക്ക നാട്ടിൽ എന്നെക്കൊണ്ട് പറ്റുന്നൊരു കോൺട്രിബ്യൂഷൻ ആസ് എ എൻ്റർപ്രണർ എന്ന നിലക്ക് എന്നെക്കൊണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അത് മാക്സിമം ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഏകദേശം 5 പ്രൊജക്റ്റുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പ്രൊജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു, 3 പ്രൊജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു. അഡീഷണലി 2 പ്രൊജക്റ്റും കൂടി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നേന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാൻ പറ്റും. പക്ഷേ അത്രയേറെ പൊള്ളുന്നൊരവസ്ഥയിലേക്കാണ് ഈ സംഗതി പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിഷിനെ ഇപ്പം പിന്നെ ഈ ഒരു പിന്നെ ഇരിക്കുന്നതിന് മുമ്പേ അപ്പം വണ്ടിയിൽ വരുമ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ കല്യാണഘട്ടത്തിൽ മഹർ കൊടുക്കാൻ വേണ്ടി അന്ന് പവന് 3200 ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ 89,000 ഏതാണ്ട് 90,000-ലാണ് ഇത് നിൽക്കുന്നത്. ഇത് വല്ലാത്തൊരു പോക്കല്ലേ ഇത് പോകുന്നത്. അതെ, ഗോൾഡ് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ കാലത്തിൻ്റെ ഒപ്പം നമ്മളും കൂടി പോകാന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രാവർത്തികമായിട്ട് നടക്കുള്ളൂ. കാരണം ഒരു അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. അപ്പോൾ ഞങ്ങൾ പിന്നോക്കം അടിച്ചുകൊണ്ട് വില കുറയട്ടെ എന്ന് വിചാരിച്ച് നോക്കണം. വില കൂടുമ്പോഴും നമ്മളെന്താണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എൻ്റെ ഒരു ബേസിക് തിയറി. നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും അതെന്താണ് ഇപ്പം ഡോളർ 4000-ൻ്റെ മുകളിലാണുള്ളത്. അത് 10,000 ആവും, 20,000 ആവും എന്നൊക്കെയാണ് പ്രഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഇനിയും മുന്നോട്ട് പോകുന്ന തന്നെയാണ് മുന്നോട്ടേക്കാണ് പോകുന്നത്, കണക്ക് കൂട്ടുന്നത് അല്ലേ? അപ്പോൾ അതിൽ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് കൺട്രീസ് റിസർവ് ക്യാപിറ്റലാക്കിയിട്ട് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നാസർ പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ജിയോഗ്രഫിക്കൽ ടെൻഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമതൊന്നും പുതിയ ന്യൂസ് വരികയാണ് ഗാസയിലുള്ള. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭാവിയിൽ അങ്ങനെ ഒരു ടെൻഷൻസാണ്. ആ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ ഒരു വോളട്ടൈലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത്ര പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ ഒരു നിക്ഷേപകന് ഈ ഗോൾഡിൻ്റെ മേഖലയിൽ? ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കൺട്രീസിൻ്റെ നോക്കുകയാണെങ്കിലും അവരൊരു ബാക്കപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഇപ്പോൾ ചൈന ഒരുപാട് ഗോൾഡ് വാങ്ങിക്കൂട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് ഗോൾഡ് റിസർവ് എല്ലാ കൺട്രീസും വാങ്ങിക്കൂട്ടും. ഇപ്പോൾ ഇതൊരു കല്യാണ സീസൺ ആയതുകൊണ്ടല്ല ഇതുണ്ടാകുന്നത്. പിന്നെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഗോൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൺട്രിയും എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡ് അതിൻ്റെ വെരി ഹ്യൂജാണ്. സപ്ലൈ വളരെ കുറവാണ്, സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡിമാൻഡിനെ ബേസിക്കലി നിയന്ത്രിക്കുന്ന കാര്യം. ഡിമാൻഡും സപ്ലൈ ആണ്. ഡിമാൻഡ് ഹ്യൂജാണ്, സപ്ലൈ ഇനി വളരെ ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയൊരു എക്സ്പെൻസീവായില്ല. ഇപ്പോൾ ഒരു ഷോറൂം മറ്റുള്ള ഒരു കടയോ സ്ഥാപനം തുടങ്ങുന്ന മാതിരിയില്ല. ഇതിന് ഒരുപാട് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരികയാണ്. ഇത് അലങ്കരിക്കാനും അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്. ഇത് അത്ര ലാഭകരം ആണോ ഈ ഒരു ബിസിനസ് എന്നുള്ളൊരു സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു ആശങ്ക കൂടിയാണ്. യഥാർത്ഥ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ലാഭകരമാണ്. അതിൻ്റെ എല്ലാ ചേരുവകളും ഇപ്പോൾ ഇപ്പോൾ ഏത് മേഖല എടുക്കുകയാണെങ്കിലും ലാഭകരമാണോ, മീഡിയ എടുക്കുകയാണെങ്കിലും റിസോർട്ട് എടുക്കുകയാണെങ്കിലും നഷ്ടത്തിൽ പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ലാഭത്തിൽ ഒരുപാട് ചെയ്യുന്ന ഹോട്ടൽസ് ഉണ്ട്, നഷ്ടത്തിൽ പോകുന്ന ഒരുപാട് ജ്വല്ലറികളുണ്ട്. ഇപ്പോൾ പല ഇഷ്യൂസൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ അത് ലാഭത്തിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ മിക്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. അത് ബേസിക്കലി നമ്മളെന്താണ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ് നന്നായിരിക്കണം, പ്രൈസ് നന്നായിരിക്കണം, പ്രൊമോഷൻ നന്നായിരിക്കണം. എല്ലാ മേഖലയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാത്രമാണ് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതൊരു ജ്വല്ലറി തുടങ്ങുകൊണ്ട് എല്ലാവരും സക്സസ് ആവണമെന്നില്ല. അതിനെക്കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആന്ത്രപ്രണർ മാത്രമാണ് ഇത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും എന്താണ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരിക.
അതിലുപരി ഇപ്പോൾ നാസൊക്കെ പറഞ്ഞ പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനും ഇത് ഇനാഗുറേറ്റ് ചെയ്യാനും ഇത് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനൊക്കെ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ട്രേഡിങ്ങിൽ തന്നെ ഉണ്ടാക്കണം. അതായത് നമ്മൾ എന്താണ് അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം. നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ള പ്രോഫിറ്റിൽ ഉണ്ടാക്കണം. ഗോൾഡിൽ മാത്രം നമുക്ക് കിട്ടില്ല. ഒരുപാട് എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലും കമ്പാരിറ്റീവ്ലി എന്താണ് മറ്റ് ബിസിനസ്സിനെക്കാട്ടിയും റിട്ടേൺ ഓഫ് ROI വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ മാക്സിമം ഒരു നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ആവറേജ് മേ ബി സം ബ്രാൻഡ്സ് ആർ ഡൂയിങ് ഹ്യൂജ്. ഇപ്പോൾ അത് ഒരു ROIൻ്റെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തനിഷ്ക് ദർ വെരി ഹ്യൂജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലൈക്ക് 40% ഒക്കെ വരുന്നുണ്ട്. വേറസ് എന്താണ് ചെറിയ ബ്രാൻഡുകൾ 25% അച്ചീവ് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 12% ആണ് ഒരു റീസണബിൾ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ തന്നെയാണ് റീസണബിൾ ആയിട്ടുള്ളൂ. ഇത് ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ, ഫെയർ റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് സുതാര്യമാണ് അതിൽ. സുതാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിവിഡൻറ്റുകൾ എന്താണോ നമ്മൾ ഓഫർ ചെയ്യുന്നത് അതിൽ റിയലിസ്റ്റിക് ആയിട്ട് അത് അത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്. 12% ആണ് ഇതിൻ്റെ ആവറേജ്. അത് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഗോൾഡിലുള്ള അപ്രീസിയേഷനാണ്, അത് നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എക്സ്പെൻസ് നന്നായിട്ട് മാനേജ് ചെയ്യണം. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മളെന്താണ് ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ഇത്ര തമ്പ് റൂൾ വെച്ചിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കൊരു മാർക്കറ്റിൽ നമുക്ക് എത്ര ഷെയർ കിട്ടും അതിനനുസൃതമായിട്ട് നമ്മൾ സ്റ്റോക്ക് വെക്കണം. എത്ര സ്റ്റാഫ്, ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര സ്റ്റാഫ് വെക്കണം, ഏതൊക്കെ പ്രൊഡക്റ്റാണ്, ഏതാണ് ടാർഗറ്റഡ് ഓഡിയൻസ്, അതിനനുസൃതമായിട്ട് എന്താണ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ടേൺ ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. നമ്മൾ കയ്യിലുള്ള പൈസ മുഴുവനും മുടക്കിയിട്ട് മാർക്കറ്റിംഗ് ചെയ്താൽ ഇത് ബിസിനസ് നമുക്ക് എത്ര വരുമാനം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനനുസൃതമായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്ത് കസ്റ്റമറെ കൊണ്ടുവന്ന് അവർക്ക് നല്ല സർവീസ് കൊടുത്ത് നല്ല പ്രൊഡക്ട്സ് കൊടുത്ത് വിൽക്കുമ്പോൾ മാത്രമാണ് ഈ ബിസിനസ് വയബിൾ ആവുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ കാണുമ്പോൾ ഇപ്പം മിക്ക പെൺകുട്ടികളോ ഈ ആഭരണത്തോട് മുമ്പുള്ളൊരു താല്പര്യമൊന്നും അവർ അണിയുന്ന കാര്യത്തിൽ കാണുന്നില്ല. പക്ഷേ ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലക്ക് വിവാഹവേളയിലൊക്കെ കൊടുക്കുന്ന ഒരു ഉപഹാരം എന്നുള്ള നിലക്കൊക്കെ തന്നെ ആയിരിക്കും ഇതിനെ കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ പേര് ജ്വല്ലറി പോയാലും തിരക്ക് കാണാറുണ്ട്. അതാണ്. അപ്പം അതിന് കാലാനുസൃതമായിട്ടുള്ള ട്രെൻഡിൽ വ്യത്യാസം വരെയുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് എന്താണ് 100 പവനും 50 പവനൊക്കെ കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉപരി അവരെന്താണ് ഒരു ഫാഷൻ അക്സസറീസ് ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട്. അപ്പോൾ അതിൽ നമ്മൾ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. എസ്പെഷ്യലി ദുബായിൽ എന്ന് പറയുന്നത് നാട്ടിലാണ് പിന്നെയും കല്യാണ പർച്ചേസ് ഉണ്ടാവും. അതേപോലെ തന്നെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ദുബായിലൊക്കെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ദുബായ് മാർക്കറ്റാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ദുബായിൽ വെഡ്ഡിങ് ഇവിടെ നടക്കില്ല, എല്ലാവരും നാട്ടിൽ പോയിട്ടാണ് വെഡ്ഡിങ് നടത്തുക. അപ്പോൾ ഇവിടെയുള്ള ഓഫീസ് വെയർ അതേപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു ഫാഷൻ അക്സസറീസാണ് ഒരുപാട് ആളുകൾ ജ്വല്ലറി ഉപയോഗിക്കുന്നത്. അതന്നെയാണ് നമ്മളും ടാക്കിൾ ചെയ്യുന്നത്. ഒരുപാട് കണ്ടിന്യൂസ് എഫേർട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. നമ്മളെന്താണ് ഓരോ കാലഘട്ടത്തിലും അതിന് നമുക്ക് സപ്ലയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ട്, ഈ ഇൻഡസ്ട്രി സപ്പോർട്ടുണ്ട്, എക്സിബിഷൻസ് നടക്കുന്നുണ്ട്, ഹോങ്കോങ്ങിൽ നടക്കുന്നുണ്ട്, ഇസ്താംബുളിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റീസെൻറ്റ് ഇന്ന് കമ്മിങ് ഫസ്റ്റിൽ ഗോവയിൽ നടക്കുകയാണ് ഡയമണ്ടിൻ്റെ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ എന്താണ് അവരും ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് അത് ഒരുപാട് ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമ്മൾ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അസറ്റ് ബാക്ക്ഡ് ആണ്. ഞങ്ങളിപ്പോൾ വലിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഞങ്ങൾ ഓഫർ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ സെക്യൂർ ചെയ്യുന്ന എന്താണ് അസറ്റാണ്. ഈ അസറ്റിൻ്റെ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ 2 വർഷം മുന്നേ അന്ന് നിങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. അന്ന് ഈ തുടങ്ങുന്ന സമയത്തായിരുന്നു ഗാസയിൽ യുദ്ധം നടക്കുന്നത്. അപ്പം അന്ന് ഡോളർ 1800-900 ആയിരുന്നു അന്നത്തെ ഡോളർ പ്രൈസ്. ഇന്ന് മോർ ദാൻ 4000 ആണ്. അപ്പോൾ അത്രയും വാല്യുവേഷൻ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ചുരുങ്ങിയ കാലം കൊണ്ട്. അതെ, ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിപ്പം പിന്നെ ഒരുപാട് ബോളിവുഡ് നടികളും ഒക്കെയാണ് മിക്കവാറും ഈ ബ്രാൻഡിൻ്റെ അംബാസഡറായിട്ടൊക്കെ കാണാറുള്ളത്. ഇത്തവണ ഇവിടെ നിഷ്ക വന്നപ്പോൾ ആണ് ഇവിടുത്തെ തന്നെ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു അഭിനേത്രി നൈല ഉഷയെ ബ്രാൻഡ് അംബാസഡറായിട്ട് വെക്കുന്നു. അവരുടെ പേരിൽ തന്നെ ചില ആഭരണങ്ങൾ പുറത്തിറങ്ങുന്നു. അതും ഒരു മാറ്റിപ്പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊരു റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ബിസിനസ് മോഡൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ട് ഞങ്ങൾ തുടങ്ങിയത് ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ബിസിനസ് മോഡലാണ്. അപ്പോൾ അന്ന് ഒരുപാട് NRI ആളുകളായിരുന്നു ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ NRI ആളുകൾ ഗവൺമെൻറ് റൂൾസൊക്കെ വന്നപ്പോൾ ഇവർക്ക് TDS പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പണ്ട് LLPയിൽ TDS ഇല്ലായിരുന്നു. ഇപ്പോൾ TDS ഒക്കെ പിടിക്കുമ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവാണ്.
അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബൂം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ മിനിമം 8% വിത്തൗട്ട് ടാക്സ് എല്ലാ ബെനിഫിറ്റോട് കൂടിയിട്ട് എന്താണ് ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുള്ള കിട്ടുന്ന ഇൻകത്തിന്, റെൻ്റൽ ഇൻകത്തിന് അവരെന്താണ് ഇന്ത്യയിൽ ടാക്സ് അടക്കണ്ട. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ എന്താണ് എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പരാതികൾ, ദുബായിൽ നിന്ന് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റിസോർട്ടിലേക്ക് വരുന്നത്, നേരെ മറിച്ച് ഖത്തർ, സൗദിയിൽ നിന്നൊക്കെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നു. ദുബായിൽ നിന്ന് ആരും വന്നില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ നമുക്ക് ദുബായിൽ നിന്ന് ഇൻവെസ്റ്റർ ഉണ്ട്, അവരെ സപ്പോർട്ടോട് ഇപ്പം നമ്മളെ തങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിലേക്ക് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്ത ഒരു ജ്വല്ലറി ശൃംഖല ഇല്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. അവരുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിന്നതുകൊണ്ട് അവിടെ ഒരു മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അവിടെയും റിയലിസ്റ്റിക് ആണ് കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് മാത്രമാണ് നമ്മൾ പറയുള്ളൂ. അത് ഓപ്പൺ ആയിട്ട് പറയും. പല ആളുകളും ഞങ്ങൾ റിജക്റ്റ് ചെയ്ത ആളുകളുണ്ട്. കമ്പാരിറ്റീവ്ലി അവർക്ക് മറ്റ് റിട്ടേൺസ് കൂടുതൽ. ഞാൻ പറഞ്ഞു അത്രയും വലിയ അവകാശവാദങ്ങളോ വലിയ ഓഫറുകളോ കൊടുത്തിട്ട് അത് വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ആ ഒരു കോൺഫ്ലിക്റ്റിനേക്കാളും നല്ലത് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ. അതിന് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാം. നമ്മൾ എല്ലാ മേഖലയിലും ട്രാൻസ്പെറൻറ്റ്. ഇപ്പോൾ ടെക്നോളജി കൂടി സപ്പോർട്ട് ആയതുകൊണ്ട് എന്താണ് എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ 450 ഇൻവെസ്റ്റേഴ്സാണ് ഞങ്ങളെ ജ്വല്ലറിയിൽ. ഓൾ ടുഗദർ മോർ ദാൻ 600-700 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ടെക്നോളജീൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ്. അവർക്ക് റൈറ്റ് ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അത് കമ്മിങ് മീറ്റിൽ നമ്മളെന്താണ് ഓഡിറ്റഡ് റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നമ്മൾ കൊടുക്കുക. എന്താണ് പ്രോഫിറ്റാണ് ലോസാണ് എന്നുള്ളതാണ് ഓഡിറ്റഡ് റിപ്പോർട്ട്. അത് റിസോർട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓഡിറ്റഡ് റിപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അതൊരു ബാങ്ക് ഓഡിറ്റേഴ്സിന് വെച്ചിട്ട് ഓഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ ഫൈനാൻഷ്യലിയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമാണ് അത് ഫീസിബിൾ ആവുള്ളൂ. പിന്നെ പല ആളുകളും എന്താണ് ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും എന്താണ് അവരൊരു വലിയൊരു ഓഫറിങ്സ് ഒക്കെ നടത്തും. അത് ജമ്പ് ചെയ്യുന്നത് അയാളും ഒരു ട്രബിളാവും. നമ്മളൊക്കെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമുക്കത് അങ്ങനെ കിട്ടുമായിരിക്കും ഇങ്ങനെ കിട്ടുമായിരിക്കും. ഇത് നടക്കാൻ പറ്റുന്ന കാര്യം ചിലപ്പം നടക്കാതിരിക്കാം. ബിസിനസ്സിൽ എന്താണ് ഈ പറഞ്ഞ ക്രിക്കറ്റ് പോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഇടയിൽ കുറേ ഹഡിൽസ് ഉണ്ട്. ആ ഹഡിൽസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പം ഞങ്ങൾ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. ഞങ്ങളിത് എന്നെ കൊണ്ട് നടക്കുന്നില്ല. അതിന് ഞങ്ങളെന്താണ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് എന്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമ്മളെന്താണ് കാര്യങ്ങൾ ഓപ്പണായിട്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ ആർക്കും പ്രശ്നങ്ങളില്ല. അതോടൊപ്പം തന്നെ ഈ ബുള്ളിയൻ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ ഫാക്ടറികൾ, അതൊക്കെ ഇതിൻ്റെ അനുബന്ധമായി തന്നെ കാണുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ ലാഭകരമായിട്ടുള്ള മേഖല കൂടിയായിരിക്കും. അത്തരം രംഗങ്ങൾ ഇപ്പോൾ നിഷ്കയുടെ മുമ്പിലുണ്ടോ? ഞങ്ങൾ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു കോർ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഞങ്ങൾ അതിലാണ് സ്പെഷ്യലൈസ്. ഈവൻ ഞാൻ ഫോക്കസ് ചെയ്യുന്നതും മാർക്കറ്റിങ്ങിലാണ്. ഞങ്ങൾക്ക് ആ ഒരു ബിസിനസ് കൊണ്ടുവരാമെന്നുള്ള കോൺഫിഡൻസാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ ഒരു P എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഞങ്ങൾക്ക് അവൈലബിലിറ്റിയാണ്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അത് വിൽക്കാനുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞത് ഈ ഒരു കമ്മിങ് 2 years നമ്മളെന്താണ് ദുബായ്, അത് UAE ആണ് മോർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തുടർന്ന് നമ്മളെന്താണ് മറ്റ് മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിംഗ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നമുക്ക് ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ നമ്മളെ ഷോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്താണ് പണ്ട് നമ്മളൊരു മാസ് മീഡിയ ആണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് എന്താണ് ആ ഡിജിറ്റൽ മീഡിയയിലൂടെ നമ്മൾ റൈറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ ജിയോഗ്രഫിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്ട്രാറ്റജി. ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈല ഉഷയെ നമ്മൾ കൊണ്ടുവരുമ്പം ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ മോർ ദാൻ 450 പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണുള്ളത്. അവരെ സംബന്ധിച്ചത് അവരൊരു ഓണർഷിപ്പിലാണ് ഇത് റൺ ചെയ്യുന്നത്. അവരെ സ്ഥാപനമാണ്. ഞാൻ ഒരു ക്യാപ്റ്റനായിട്ടാണ് റൺ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും റോൾ എടുക്കുന്നുണ്ട്. അവരും റോൾ എടുത്തിട്ടാണ് ഇത് സക്സസ് ആക്കിക്കൊണ്ടിരുന്നത്. കാരണം മറ്റ് ബ്രാൻഡുകളൊക്കെ പറയുമ്പോൾ ഒരൊറ്റ ഓണറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 450 ഓണേഴ്സാണ്. അത് റിസ്ക്കും ഉണ്ട്, അതേസമയം സൗകര്യമുണ്ട്. അത് അവർ തന്നെയാണ് ബിസിനസ്. അവരെയും കൂടി ആവശ്യമാണ് ഈ ബിസിനസ്സിലേക്ക് റിട്ടേൺ കൊണ്ടുവരിക. അവർക്ക് കിട്ടുന്ന വരുമാനം കൂട്ടുക എന്നുള്ളത് അവരെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അവരെല്ലാവരും പ്രൊമോട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ റിസോർട്ട് തുടങ്ങിയപ്പോൾ റിസോർട്ടിലുള്ള കുറച്ച് ആളുകളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നീട് അവരെ സുഹൃത്തുക്കളാണ് ഇൻവെസ്റ്റ് ചെയ്തത്.
പിന്നീട് എന്താണ് അതങ്ങനെ ലിങ്ക് ചെയ്ത് വന്നത്. നമ്മൾ പ്രത്യേക മാർക്കറ്റിംഗ് ഒന്നും ചെയ്തില്ല. അറിഞ്ഞ ആളുകൾ എന്താണ് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ആ ട്രസ്റ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ ജ്വല്ലറികളും ഉണ്ടല്ലോ. ഇപ്പോൾ യു എക്കും വെളിയിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, ഫാർ ഈസ്റ്റ് കാണുന്നുണ്ട്, ഇപ്പോൾ അമേരിക്ക വലിയൊരു ഒരു പോയിൻ്റായിട്ട് മാറുകയാണ്. അങ്ങനെ പദ്ധതി ഇപ്പം വേണ്ടാവുന്നതാണോ? അതും റിയലിസ്റ്റിക് ആയുള്ള ഒരു ബിസിനസ് കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം ഇവിടെ തന്നെ വേരുറപ്പിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്രസൻസ് ഉണ്ടാക്കുമ്പോഴാണ്, ഒരു 10-11 സ്റ്റോർ നമ്മളിവിടെ പ്രസൻസ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് മറ്റേത് ആലോചിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മറ്റൊരു പി ആണ് മാർക്കറ്റിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടേൺ ഓവർ വേണം. അപ്പോൾ ആ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഫണ്ട്, കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മളെ സ്റ്റോറിലേക്ക് ആളുകൾ വരണം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞങ്ങൾ ബസ് ബ്രാൻഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ ബസ്സിൽ ഒരാൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റോറില്ലെങ്കിൽ ബസ്സിൽ ബ്രാൻഡ് കണ്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ആ ഒരു അവൈലബിലിറ്റിയും ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലി നമ്മളുടെ തോട്ട് പ്രോസസ്സ്. ആഫ്റ്റർ 10-12 സ്റ്റോഴ്സ് നമ്മളൊരു പ്രൈം ലൊക്കേഷൻസിലാണ് നമ്മളെ പൊസിഷനിങ് ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അംദാൻ, മുസഫ, മീന ബസാർ, അതേപോലെ തന്നെ നമ്മൾ കറാമ, ലുലു അൽ ബർഷ, അല്ലൈൻ, ഇങ്ങനെ ഈ ഒരു UAE ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പം ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ പരസ്യം, ഇപ്പോൾ ഒരു റേഡിയോ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിലും മറ്റ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അവരടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ അത് എത്തുന്നൊരു സ്റ്റോർ വരെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യും. പിന്നീടാണ് നമ്മൾ മറ്റ് കൺട്രീസിലേക്കുള്ള മൂവ് ഔട്ട് ചെയ്യുക. ഇപ്പം നിഷിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് തന്നെയാണ് മനസ്സിൽ മുഴുവനുള്ളത്. പക്ഷേ അതേസമയം അതിൽ ജയവും പരാജയവും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മാത്രം ചുവടുവെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിനാണ്. അപ്പോൾ ക്രിക്കറ്റ് തന്നെയാണ് ഈ ബിസിനസ്സിനെ കൂടി വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സസ്റ്റൈനബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാനൊരു മാച്ചിൽ ഒരു 100 അടിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഞാൻ 60 റൺ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപിൽ ദേവാണ്. ഒരു ഇന്ത്യൻ, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ആ ടീമിനെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ അതൊരു വിന്നിങ് ഫോർമുല ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ റിസോർട്ടിൻ്റെ പേര് തന്നെ ലോർഡ്സ് 83 എന്നാണ്. അത് നമ്മൾ വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ്. ഈ ലോകത്ത് തന്നെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലൂടെ ഞങ്ങൾ സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ അതിലേക്ക് സെല്ല് ചെയ്യുന്നത്. കാരണം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പലരും മറന്നു പോകുന്ന കഥകളാണ്. ആ കഥകൾ എന്താണ് നമ്മൾ റീവാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മൾ മേജർ ആ റിസോർട്ട്. ഇപ്പം കേരള ക്രിക്കറ്റിൻ്റെ മാച്ച് നടന്നുകൊടുക്കുകയാണ്, ബറോഡിയും കേരള ക്രിക്കറ്റും. ഞങ്ങൾ റിസോർട്ട് തന്നെയാണ് താമസം, തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റിസോർട്ടാണ്. അന്നത് ഇനാഗുറേഷൻ ചെയ്യാൻ വന്നത് കപിൽ ദേവാണ്. ഞാൻ ഈ സ്റ്റോറി കപിൽ ദേവിനോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് 83 മൂവി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ റിമെമ്പർ ചെയ്യുന്നതും അതൊരു ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. അപ്പോൾ അത് അദ്ദേഹം തന്നെ വന്നിട്ടാണ് ഞങ്ങൾ റിസോർട്ട് ഇനാഗുറേഷൻ ചെയ്തത്. കപിൽ ദേവനെ പോലെ തന്നെ അത്രയും കുലീനനായിട്ടുള്ള മറ്റൊരു ക്രിക്കറ്റ് താരം കൂടിയാണ് സച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധിയും കുലീനതയും ആ ഡീസൻസിയും ഒക്കെ അവസാനം വരെ കീപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ ആണോ നമ്മളുടെയൊക്കെ ഒരു നീക്കവും ആലോചനയും ഒക്കെ? ഓഫ് കോഴ്സ് ക്രിക്കറ്റിൽ ഞങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ അറിയപ്പെടുന്ന ഗെയിം ഇറ്റ്സ് എ ജെൻറ്റിൽമാൻ ഗെയിമാണ്. ഇറ്റ്സ് ഒരു പോളിഷ്ഡ് ഗെയിമാണ്. മറ്റ് ഗെയിം പോലെയല്ല. നമ്മളൊരു പോളിഷ് ചെയ്ത് നമ്മൾ സംസാരത്തിലും നമ്മളെ വാക്കുകളിലും നമ്മളെ മര്യാദകൾ, ഇംഗ്ലീഷുകാരൻ കണ്ടുപിടിച്ച ഒരു കളിയാണ് ക്രിക്കറ്റ് കളി. അപ്പോൾ ആ ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദ നമ്മളെന്താണ്, ഇത് പ്രാക്ടീസാണ്. ഒരു ദിവസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആ ക്രിക്കറ്റും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളത് റിസോർട്ടിലേക്ക് കൊണ്ടുവരികയും ആ മര്യാദ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഇംഗ്ലീഷ് മര്യാദയോട് തന്നെയാണ് നമ്മളത്. പക്ഷേ കപിലിനും സച്ചിനും ഒക്കെ ശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു മര്യാദയും മാന്യതയും ചിലപ്പോൾ നമുക്കെന്നല്ല ഈ ക്രിക്കറ്റ് വേൾഡിന് പൊതുവെ എവിടേക്കോ മാറി വരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഷാർജയിലെ ഏഷ്യൻ കപ്പ് സമാപിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അത് ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റൂലെങ്കിലും അതും കൂടി എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ക്രിക്കറ്റിൽ നമ്മളൊരു പ്ലേയേഴ്സിനെയും ബഹുമാനിച്ചുകൊണ്ടും അതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ ബഹുമാനം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ സച്ചിനും കപിൽ ദേവുമാണ്. നമ്മൾ വാക്കുകളിൽ മര്യാദ പാലിക്കുക, നമ്മളെ കളിക്കളത്തിലും മര്യാദകൾ പാലിക്കുക. പല ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഏത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമാണെങ്കിൽ മോർ ഓൺ സ്ലഡ്ജിങ് ആണ്. ഓരും വിന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഏത് രീതിയിൽ വിന്ന് ചെയ്യണമെന്നുണ്ട്, സ്നേഹത്തോട് വിന്ന് ചെയ്യണോ അതല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് വിന്ന് ചെയ്യണോ എന്നുള്ളത് എന്താണ്
രണ്ടും രണ്ട് സ്ട്രാറ്റജിയാണ്. എന്തായാലും ആ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് പിന്നെ ഈ സൊസൈറ്റിയോടുള്ള ആ ഒരു ധർമ്മം നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് പാത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയാണ്. നിഷിൻ ഈ ദൗത്യം തുടരുക പൂർണ്ണമായിട്ടും. കാരണം നമ്മളൊരു ആ മാന്യമായിട്ടുള്ള ഒരു ക്രിക്കറ്റിൻ്റെ ആ ഒരു വിധാനം ഉണ്ടല്ലോ, ആ വിധാനം തന്നെയാണ് ആളുകൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് തുടരട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.